ജാർഖണ്ഡിൽ കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരും എന്ന സൂചന നൽകിക്കൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരിയ മുൻതൂക്കമാണ് കോൺഗ്രസിന് പ്രവചിച്ചിരിക്കുന്നത്. വിവിധ എക്സിറ്റ് പോളുകളുടെ ഫലപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും വോട്ടെടുപ്പ് ദിവസമായ 20-ാം തീയതി വോട്ടെടുപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം വിവിധ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ അത് ചർച്ച ചെയ്യുകയും ഉണ്ടായിരുന്നു. എന്നാൽ ജാർഖണ്ഡിൽ ശുഭപ്രതീക്ഷയാണെന്ന് BJP അവകാശപ്പെടുമ്പോഴും BJP നേതൃത്വത്തിൽ തമ്മിൽ തല്ല് അതിരൂക്ഷമായിരുന്നു. ചമ്പൈ സോറനെയും മകനെയും BJPയിലേക്ക് എടുത്തത് BJPക്ക് ഗുണമല്ല, ദോഷമാണ് ചെയ്യുക എന്ന് അർജുൻ മുണ്ടെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ജാർഖണ്ഡിൽ AJSUവിനും കടുത്ത അതൃപ്തിയായിരുന്നു. സഖ്യകക്ഷിയായ AJSUവിനെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി ഒരു രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തില്ല എന്ന ആരോപണവും അതിശക്തമായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും AJSUവിനെ വിജയിപ്പിക്കാൻ BJP നോക്കിയില്ലായിരുന്നു എന്നുള്ളതും BJPയുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ മനസ്സിലാകുന്നതെന്നും സഖ്യകക്ഷികളോട് BJPക്ക് ഉള്ള അനുഭാവം എന്ന് പറയുന്നത് വെറും വെള്ളത്തിൽ വരച്ച വരയാണെന്നും അവർക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടിയാണ് ജാർഖണ്ഡിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായിരിക്കുന്നത്. NDAയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം 42 സീറ്റുകളാണ്. മൊത്തം 81 സീറ്റുകൾ ഉള്ള ജാർഖണ്ഡ് നിയമസഭയിൽ 41-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമായി ഇപ്പം തോന്നുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും നിരവധി മണ്ഡലങ്ങളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് നീങ്ങുമോ എന്ന സംശയം പ്രകടമാണ്. 38 സീറ്റുകളിലേക്ക് നവംബർ 20-ാം തീയതി വോട്ടെടുപ്പ് നടന്നപ്പോൾ നവംബർ 13-ാം തീയതിയായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് ജാർഖണ്ഡിൽ നടന്നത്. അന്നേരം 43 സീറ്റുകളാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോയത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ കൽപ്പന സോറൻ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിച്ചിരുന്നു. ഹേമന്ത് സോറൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കനത്ത രീതിയിലുള്ള പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ ക്രമേണ പോളിംഗ് ശതമാനം കുറഞ്ഞ മണ്ഡലങ്ങളിൽ വലിയ തോതിൽ BJP നിരാശാജനകമാണ്. പോളിംഗ് കുറയുന്നത് ഏറെ BJPക്ക് നിർണായകമായ തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം മുഴുവൻ. പോളിംഗ് ശക്തമായി കുറഞ്ഞാൽ BJP പരാജയപ്പെടുകയാണ് സാധാരണഗതിയിൽ ഉണ്ടായിട്ടുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ പോളിംഗ് താരതമ്യേന കുറവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയിലേക്ക് BJPക്ക് പോയി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന രഘുബർ ദാസ് ഉൾപ്പെടെയുള്ളവർ പരാജയം അഭിമുഖീകരിക്കേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത്തവണ വോട്ടെടുപ്പിൽ പോളിംഗ് കുറഞ്ഞ മണ്ഡലങ്ങളിലുള്ള BJP സാധ്യതകൾ വലിയ വിരളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് BJP തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്.